പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. ഭീകരരെ ജീവനോടെ പിടികൂടണമെന്ന് സൈന്യത്തിനും പോലീസിനും നിർദ്ദേശം. ഭീകരവാദികൾ ഉപയോഗിക്കുന്നത് ചൈനീസ് വാർത്താവിനിമയ ഉപകരണങ്ങളെന്ന് നിഗമനം. നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നു. ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം. യോഗം അതിർത്തിയിൽ ഉൾപ്പെടെ പാക് പ്രകോപനം തുടരുന്നതിന്റെ. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗവും ഇന്ന്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. ഇന്ത്യ പാക് പ്രശ്നത്തിൽ ഇടപെട്ട് UN സെക്രട്ടറി ജനറൽ. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 20 പേർ അറസ്റ്റിൽ. അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന് പോലീസ്. ആൾക്കൂട്ട ആക്രമണം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചു. പുലിപ്പല്ല് കൈവശം വെച്ചതിന് അറസ്റ്റിലായ റാപ്പർ വേടനുമായി തെളിവെടുപ്പ്. ലോക്കറ്റ് തയ്യാറാക്കിയ തൃശൂരിലെ ജ്വല്ലറിയിലെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വേടന് കഞ്ചാവ് നൽകിയ ചാലക്കുടി സ്വദേശിക്കായി തെരച്ചിൽ ഊർജിതം. ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രത്തിൽ മതിലിടിഞ്ഞ് വീണ് 8 മരണം. നിരവധി പേർക്ക് പരിക്ക്. അപകടം വിശാഖപട്ടണത്തിനടുത്ത് സിംഹാചലം ക്ഷേത്രത്തിൽ. മതിലിടിഞ്ഞ് വീണത് ദർശനത്തിനായി കാത്തുനിന്നവരുടെ മുകളിലേക്ക്. കൊൽക്കത്തയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം. നിരവധി പേർക്ക് പൊള്ളലേറ്റു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തീപിടുത്തമുണ്ടായത് ഇന്നലെ രാത്രി. IPL-ൽ ഇന്ന് ചെന്നൈ പഞ്ചാബ് പോരാട്ടം. ചെന്നൈ ഇതുവരെ ജയിച്ചത് 2 മത്സരങ്ങളിൽ മാത്രം. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പഞ്ചാബിന് വിജയം അനിവാര്യം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ.